നെയ്യാറ്റിൻകരയിൽ സ്വദേശത്തൊരു സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് കാണുന്നത്? നെയ്യാറ്റിൻകര സ്വദേശം എന്ന് പറയുമ്പം നെയ്യാറ്റിൻകര സ്വദേശം ഞാൻ മൊത്തം ലോകം കറങ്ങിയിട്ടുണ്ട്, ഭാരതം ചുറ്റിയിട്ടുണ്ട്. കേരളത്തിലെ പല സ്ഥലങ്ങളും കാണുമ്പോൾ എൻ്റെ നെയ്യാറ്റിൻകര വളരെ മോശമാണെന്നുള്ളൊരു ഫീലിംഗ്. അതുകൊണ്ടാണ് എനിക്ക് നെയ്യാറ്റിൻകര നിന്ന് ജയിച്ച് എനിക്കൊരു ലൈസൻസാണത് കിട്ടിയാൽ ഞാൻ നെയ്യാറ്റിൻകര മാറ്റാൻ സാധിക്കും, ഒരു വികസനം കൊണ്ടുവരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യാറ്റിൻകരയിൽ വീണ്ടും ഇലക്ഷനിൽ നിൽക്കുന്നതും കാൻഡിഡേറ്റ് ഒരു ഘട്ടം ഒരുപക്ഷെ ജനങ്ങളെ കണ്ടിട്ടുണ്ടാകും. എങ്ങനെയാണ് കിട്ടുന്നൊരു ഫീഡ്ബാക്ക്? ജനങ്ങൾക്കെന്ന് പറയുമ്പോൾ അവിടെ നാട്ടിലൊരു ദാരിദ്ര്യത്തിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഒരു ആശുപത്രിയില്ല, ഒരു മക്കൾ പോയിട്ടുള്ള വേർപാടിലുള്ള ദുഃഖം, ഒരു ഓൾഡ് ഏജ് ഹോമായിട്ടുള്ള ഒരു ഫീലിംഗ്. വീടുകളിലെല്ലാം അങ്ങനെയാണ് കിടക്കുന്നതൊക്കെ. റോഡും പൈപ്പ് പൊട്ടിച്ച് വെള്ളമില്ല. കേരളത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം എന്ന് പറയുമ്പോൾ ഒരു 60% മുകളിൽ വെള്ളമാണ് നമ്മളെ നാട്ടിലുള്ള. ഒന്നുമില്ലാത്ത ഗൾഫുകളിലൊക്കെ എല്ലായിടത്തും ശുദ്ധജലങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ഈ നാട്ടിൽ വെള്ളമില്ലാന്ന് കേൾക്കുമ്പോൾ തന്നെ അതിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എല്ലാ വീടുകൾക്കും വെള്ളം കൊടുക്കേണ്ട പദ്ധതി കൊണ്ടുവന്നിട്ടും അതിൻ്റെ പേരിൽ കോൺട്രാക്റ്റ് ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ് പൈസ വെച്ചിട്ടുള്ള പണി തീർത്തതിന് ശേഷം ബാക്കി അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ റോഡുകളെല്ലാം കുഴിച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ പേര്. എന്നിട്ട് പറയുകയാണ് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പണിയാണ് ചെയ്തതെന്നുള്ളത്. അതല്ല, പൂർത്തീകരിക്കാൻ അവർക്ക് ഇല്ല, അറിയില്ല എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാകുന്നു ജനങ്ങൾ സ്വീകരിക്കപ്പെടാൻ പോകുന്നത്? അത് ജനങ്ങളാണ്. പക്ഷേ ജനങ്ങളിൽ മാറ്റം വരും, അങ്ങനെ മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ലോകം മാറി, കേരളം മാറാൻ ബാക്കിയാണ്. ഭാരതം എന്ന് പറയുമ്പോൾ നമ്മളുടെ 2047 ഏറ്റവും വിശ്വസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കേരളം മാത്രം മാറാതിരിക്കുക എന്ന് പറയുന്നത് നമ്മളും ഈ നാട്ടിൽ ജനിച്ചതില്ല, നമ്മളുടെയൊക്കെ അവകാശങ്ങളല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജനങ്ങളിൽ അവയർനെസ് കൊടുത്ത് പ്രവർത്തിച്ചാലല്ലേ നമുക്ക് മാറാൻ പറ്റുള്ളൂ, മാറ്റാൻ പറ്റുള്ളൂ. ആ വികസനം മുരടിപ്പിന് എല്ലാം ലോകം കേരളം മാത്രം ഇങ്ങനെ വികസനം ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പം അത് മാറ്റേണ്ട നമ്മളും കൂടെ ആവശ്യമല്ലേ. പ്രധാനമന്ത്രിയുടെ ആശയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ എത്രമാത്രം സ്വാധീനിക്കും? പ്രധാനമന്ത്രിയുടെ ആശയങ്ങളെന്ന് പറയുന്ന ലോകം അംഗീകരിച്ചിട്ടുള്ളൊരാശയമാണ്. അദ്ദേഹത്തിന് ആ ജാതിയോ മതമൊന്നുമല്ല. അദ്ദേഹം ജയിച്ചു വന്ന ആദ്യം പോലെ പറഞ്ഞാണ് സബ്കാ സാത്ത് സബ്കാ വികാസ്. പാകിസ്ഥാനെ പോലും നമ്മൾ കൈ കൊടുത്ത ആളാണ്. അതൊക്കെ നമ്മളെ പഠിപ്പിച്ചാണ്. ആ തലപ്പത്തു നിന്നാണ് താഴോട്ടും വരുന്നത്. അതേപോലെ നമ്മളുടെ വികസനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്, കർണാടക നമ്മൾ അങ്ങനെയല്ല കോമ്പറ്റീഷൻ. നമ്മളെ സ്റ്റേറ്റ് എന്ന് പറയുമ്പം അതിൽ നിന്നും കുറച്ചുകൂടെ എഡ്യൂക്കേഷനിൽ എല്ലാത്തിലും മുന്നിലാണ്. പക്ഷേ ഇന്നും അവരെക്കാളും ബാക്കിലാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്തായാലും നെയ്യാറ്റിൻകരയിൽ നമ്മൾ NDA എടുക്കും എന്ന് ഉറപ്പിക്കുകയാണ്. ഉറപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം നോക്കാം. ഉറപ്പിക്കണമെന്നുള്ളതിലേക്ക് വേണ്ടിയാണ് നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം. അത് ജനങ്ങളാണ് തീർച്ചപ്പെടുത്തേണ്ടത്.